എങ്ങനെ ബാധിക്കാനാണ്? നിങ്ങൾ കണ്ടതാണല്ലോ കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടി ഒറ്റയ്ക്ക് പോയി നിന്നിട്ട് 1000 നോട്ടാ കിട്ടിയത്. നോട്ടയ്ക്ക് കിട്ടിയ വോട്ട് കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ ഒരു ആൾ വന്ന് അഭിപ്രായം പറയുന്ന സമയത്ത് അത് അദ്ദേഹം ഏറ്റവും വലിയ കളർഫുള്ളായിട്ട് നിൽക്കുന്ന കാലത്ത് കേരളത്തിലെ NDA പിളർന്നതിന് സമാനമായി മാറിയിരിക്കുകയാണ് കാര്യങ്ങൾ. കേരളത്തിൽ പലതും ലക്ഷ്യമിട്ടിറങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും തുടക്കത്തിലെ കല്ലുകടി. കേരളത്തിൽ PC ജോർജ് ഒരു വഴിക്ക്, തുഷാർ വെള്ളാപ്പള്ളി മറുവഴിക്ക്, അനിൽ ആന്റണിയുടെ കാര്യം പത്തനംതിട്ടയിൽ എന്താകുമോ എന്ന ചോദ്യവും. ഏതായാലും ഇടഞ്ഞു തന്നെയാണ് നേതാക്കന്മാർ. പല വഴിക്കും പരാതികളും പരിഭവങ്ങളും പൊട്ടിത്തെറികളും. PC ജോർജിനെതിരെ ആർക്കും പരാതി നൽകിയിട്ടില്ലെന്നാണ് BDJS നേതാവ് തുഷാർ വെള്ളാപ്പള്ളി പറയുന്നത്. PC ജോർജിന്റെ പ്രസ്താവന കാരണം പത്തനംതിട്ടയിൽ അനിൽ ആന്റണിക്ക് 4 വോട്ട് കൂടുതൽ കിട്ടുമെന്നും തുഷാർ പറഞ്ഞു. BDJS സീറ്റുകൾ സംബന്ധിച്ച് BJP ദേശീയ നേതൃത്വവുമായി ചർച്ച നടത്തി സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കും. ഇടുക്കി, കോട്ടയം, മാവേലിക്കര, ചാലക്കുടി അല്ലെങ്കിൽ എറണാകുളം എന്നീ സീറ്റുകളിലാവും BDJS മത്സരിക്കുക. ചാലക്കുടിയാണ് പാർട്ടിക്ക് താൽപര്യം. തുഷാർ കോട്ടയത്താകും മത്സരിക്കുക. താൻ പത്തനംതിട്ടയിൽ മത്സരിക്കുന്നതിനെതിരെ വെള്ളാപ്പള്ളി നടേശനും മുഖ്യമന്ത്രി പിണറായി വിജയനും തുഷാർ വെള്ളാപ്പള്ളിയുമാണ് ഗൂഢാലോചന നടത്തിയതെന്ന് PC ജോർജ് ആരോപിച്ചിരുന്നു. കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു സഭയോ ഏതെങ്കിലും ഒരു ചെറിയ സംഘടനയോ NSS ഉൾപ്പെടെയുള്ള അതിൻ്റെ ഏറ്റവും കീഴ്ഘടകം ഉൾപ്പെടെ ആരെങ്കിലും ഇദ്ദേഹത്തിന് സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് BJPക്കെതിരെയോ അല്ലെങ്കിൽ NDAക്കെതിരെയോ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടോ? ആരെങ്കിലും? ഇത് അദ്ദേഹം തന്നെ സൃഷ്ടിക്കുന്നു, അദ്ദേഹം തന്നെ പറയുന്നു എന്നുള്ളതല്ലാതെ വേറെ ഞങ്ങൾക്ക് ആർക്കും ഇതിനെക്കുറിച്ചൊന്നും അറിവില്ല. അദ്ദേഹത്തിന് സീറ്റ് ആഗ്രഹമില്ലാത്ത ഒരാൾക്ക്, സീറ്റ് കിട്ടിയാൽ ബോധം കെട്ട് പോകുമെന്ന് പറഞ്ഞൊരാൾക്ക് സീറ്റ് കിട്ടാതിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ പറയേണ്ട ആവശ്യം എന്താണ്? എനിക്ക് മനസ്സിലാകുന്നില്ല. BJP ആണല്ലോ എടുത്തത്, NDAയിലേക്കല്ലോ എടുത്തിട്ടുള്ളത്. BJPയിലേക്ക് എടുക്കാനും അത് മാറ്റാനുമുള്ള അധികാരം BJPക്കുണ്ട്. ഞങ്ങളെ കൂട്ടുള്ള ഇപ്പോൾ BDJS ആണ്, ഞങ്ങൾ എടുക്കില്ല. തീർച്ചയായും ആണല്ലോ. കാരണം ഏത് മുന്നണിയിൽ നിൽക്കുന്ന സമയത്ത് ഇപ്പം അതിൽ കിടക്കുമ്പോഴല്ലാതെ ഈ തൊടുമ്പോഴേ തന്നെ കയറിയ അഭിപ്രായം പറയുന്ന സ്വഭാവം പൊതുവേ എൻ്റെ സ്വഭാവം നിങ്ങൾക്കൊക്കെ അറിയാവുന്ന, വെറുതെ അങ്ങനെ പ്രതികരിക്കുന്ന ഒരാളല്ല ഞാൻ. കാര്യം നിവൃത്തി കേട്ടുകൊണ്ടാണ് ഇതുപോലെ ഇത്രവിടം വരെ ഞാൻ പറഞ്ഞത്. കാര്യം മാധ്യമങ്ങളിൽ ഒരുപാട് ഞാൻ പരാതി കൊടുത്തുവെന്നും അല്ലെങ്കിൽ നടപടി എടുക്കണമെന്നും അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കാര്യം പൊതുവേ നിങ്ങൾക്ക് എല്ലാവർക്കും, കേരളത്തിലുള്ള ജനങ്ങൾക്ക് മുഴുവൻ അറിയാവുന്ന കാര്യമാണ്. ഇത് എവിടെ നിന്നാലും ഇതുപോലുള്ള അനാവശ്യമായിട്ടുള്ള പ്രസ്താവന നടത്തുക. അനിലാണ്ടിക്ക് വോട്ട് കൂട്ടും തീർച്ചയായും. ഇങ്ങനെയുള്ള പ്രസ്താവനകൾ വളരെ ശക്തമായി പോയാൽ അനിലാണ്ടിക്ക് വോട്ട് കൂടുന്ന കാര്യം തർക്കമൊന്നും വേണ്ട. എങ്ങനെ ബാധിക്കാനാണ്? നിങ്ങൾ കണ്ടതാണല്ലോ കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടി ഒറ്റയ്ക്ക് പോയി നിന്നിട്ട് 1000 നോട്ടാ കിട്ടിയത്. നോട്ടയ്ക്ക് കിട്ടിയ വോട്ട് കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ ഒരു ആൾ വന്ന് അഭിപ്രായം പറയുന്ന സമയത്ത് അത് അദ്ദേഹം ഏറ്റവും വലിയ കളർഫുള്ളായിട്ട് നിൽക്കുന്ന കാലത്ത് ആ കാലവും കടന്നുപോയി. അവിടെ BJPയെ സംബന്ധിച്ചിടത്തോളം NDAയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ആരെങ്കിലും എന്തെങ്കിലും പ്രസ്താവന നടത്തിയിട്ട് ഒരു തരത്തിലുള്ള അപകടം ഉണ്ടാകില്ല. തീർച്ചയായും അനിൽ ആന്റണിക്ക് ഈ പറയുന്ന പത്തനംതിട്ടയിൽ വളരെ നല്ല തരത്തിലുള്ള വോട്ടും വിജയിക്കാനുള്ള സാധ്യത ഉള്ള സ്ഥലമാണ്. അവിടെ ഇദ്ദേഹം ചെന്ന് പരിചയപ്പെടുത്തുന്ന ഒരു ആവശ്യം അനിൽ ആന്റണിക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനൊന്നിനുമില്ല. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പോലെ ഇത്രയും നാൾ അദ്ദേഹത്തിന് നാക്കമുണ്ട്. അദ്ദേഹത്തിനുള്ളതായിട്ടുള്ള അപകടവും കേരളത്തിലെ ജനതയുടെ മുമ്പിൽ അദ്ദേഹം അപഹാസ്യനായതൊക്കെ നമ്മളൊക്കെ കണ്ടതാണ്. അത് കേരളത്തിലുള്ള ഏത് കൊച്ചുകുട്ടിയോട് ചോദിച്ചാലും അവർ പറയുന്ന അഭിപ്രായം നിങ്ങളും എനിക്കും ഒക്കെ അറിയാവുന്ന കാര്യം. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു വേണ്ട ആവശ്യമില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നതുകൊണ്ട് അധികം നേരം ഞങ്ങൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. മാത്രമേ ഞാൻ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. കാര്യം ഇപ്പം സുരേന്ദ്രൻജി പോലെ കാര്യം കേരളത്തിൽ ഞാനും മത്സരിക്കാതിരിക്കാനും പരമാവധി സീറ്റുകളിൽ അത് കോർഡിനേറ്റ് ചെയ്ത് ഇലക്ഷൻ വിജയിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹം. അത് ഞാൻ സന്തോഷ്ജിയും നഡ്ഡാജിയും അമിത്ഭായിയൊക്കെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം കൂടി ഡിസ്കസ് ചെയ്ത ശേഷം ഒരു തീരുമാനം ഒറ്റയ്ക്ക് കാര്യം BDJSന് എടുക്കാമെങ്കിലും കാര്യം എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ കാണുകയും ഞങ്ങൾ അത്ര % അടുപ്പമുള്ളതുകൊണ്ട് തന്നെ അവരെല്ലാം കൂടെ ആലോചിച്ച് എങ്ങനെ വേണം എന്നൊരു തീരുമാനം പറഞ്ഞ ശേഷം ഡിക്ലെയർ ചെയ്യാമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ നിന്നത്.